ഹായ്. ഉച്ചയ്ക്ക് മീൻ കറി ആയതുകൊണ്ട് സാമ്പാറിനെ ഒഴിവാക്കി. പിന്നെ എപ്പോഴും ഉണ്ടാക്കുന്ന ചട്നി ഉണ്ടാക്കി മടുത്തുകൊണ്ട് തക്കാളി മാത്രം വെച്ചിട്ട് ഒരു അടിപൊളി സൈഡ് ഡിഷ് ഉണ്ടാക്കിയല്ലോ. അപ്പോൾ തക്കാളീനെ എടുത്ത് ബ്ലാൻഡ് ചെയ്ത് തൊലി കളഞ്ഞ് കൈ കൊണ്ട് നല്ലോണം മാഷ് ചെയ്ത് വെക്കാം. ഒരു ചീനിച്ചട്ടിയിൽ 2 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിക്കാം. 2 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 1 ടീസ്പൂൺ ചെറുപയർ പരിപ്പ് ഇട്ടിട്ട് ഗോൾഡൻ ബ്രൗൺ ആവണ വരെ ഫ്രൈ ചെയ്തിട്ട് പിന്നെ 1 ടേബിൾ സ്പൂൺ ധനിയ എടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ ജീരകവും 5-6 വറ്റൽമുളകും ഇട്ടിട്ട് നല്ല റോസ്റ്റ് ചെയ്ത് ചൂടാറുമ്പോൾ പൊടിച്ച് വെക്കാം. പിന്നെ അതേ കടായിൽ 2 ടീസ്പൂൺ ജിഞ്ചർ ഓയിൽ ഒഴിച്ചിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ കോക്കനട്ടും 1 ടീസ്പൂൺ ജിഞ്ചർ ഓയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ കടുക് ഉഴുന്നും പൊട്ടിച്ചിട്ട് ഇതിന് ചെറിയ ഉള്ളിയാണ് നല്ല ടേസ്റ്റ് കൊടുക്കും. അപ്പോൾ കുറേ ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. കറിവേപ്പിലയും 1 പച്ചമുളകും ഇട്ടിട്ട് നല്ലോണം സോട്ട് ചെയ്യുക. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ഉപ്പും ആഡ് ചെയ്ത് ഈ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ കൂടി ആഡ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്കിവിടെ ലൂസായിട്ട് വേണം, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം തിളപ്പിക്കാം. നല്ല തിളച്ച് വരുമ്പോൾ ഞാനിവിടെ 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാലപ്പൊടിയിൽ 2 ടേബിൾ സ്പൂൺ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്യാം. അങ്ങനെ ഇതും ആഡ് ചെയ്ത് നല്ലോണം തിളപ്പിച്ചെടുക്കുമ്പോൾ മല്ലിയിലയും കൂടി ഇട്ട് ക്ലോസ് ചെയ്ത് കുറച്ച് നേരം വെച്ചാൽ നല്ല ഫ്ലേവർഫുള്ളായിട്ട് തക്കാളി കറി റെഡിയായി. ഇതിന് ഇഡ്ഡലി, ചപ്പാത്തി, ദോശ ഇതിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി സൈഡ് ഡിഷാണ്. ഞാനിവിടെ സാമ്പാർ ഇഡ്ഡലീനെ പോലെ ഇതിനെ ഇഡ്ഡലിയുടെ മേത്തിട്ട് കുതിർത്തി അടിപൊളിയായി ടേസ്റ്റായിട്ട് കഴിച്ചു. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. ഈ ദോശയുടെ കൂടെയും അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ചപ്പാത്തിയുടെ കൂടെയും അടിപൊളി സൈഡ് ഡിഷാണ്.